ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ചെന്ന ചിന്ത ഇരമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിനെ വിശ്രാമം വരുത്തുവാൻ പോകുന്നു. ഇരമ്യാവ് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. ആ പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തിൻ്റെ കഷ്ടത കണ്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇസ്രായേലിനോട് പറയുവാൻ ഇരമ്യാവിന് കൊടുക്കുന്ന വചനമാണ്, പ്രവാസത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം കൽപ്പിച്ചു വച്ചിരിക്കുന്നു. പ്രവാസം നിങ്ങളെ നശിപ്പിക്കുകയല്ല, പകരം യഹോവയായ ദൈവം തന്നെ പ്രവാസത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് മടക്കി വരുത്തും എന്ന ആശ്വാസ വചനത്തിൻ്റെ പ്രവചന ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി എടുത്ത ഭാഗം. അപ്പോൾ പ്രധാനമായും 3 വാക്കുകളാണ് ഇതിനോട് ബന്ധപ്പെട്ട് പറവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ചെയ്തത്. ഒന്നാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാളിന് തെറ്റി ശേഷിച്ച ജനം. ഈ വാളിന് തെറ്റി ശേഷിച്ച ജനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെബൂഖദ്നേസർ രാജാവിൻ്റെ അധീനതയിലേക്ക് ഇവർ പോകുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഒത്തിരി ആളുകൾ വാളിൽ തീർന്നുപോയി. അതിനെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം, ന്യായവിധി എന്ന പദം കൊണ്ട്. ഇസ്രായേലിനോട് ദൈവം ചെയ്ത ഒരു ന്യായവിധിയാണ് അവിടെ കാണുന്നത്. ഇവർ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്തതിൻ്റെ ഒരു ന്യായവിധിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു വാളിന് തെറ്റി, അപ്പോൾ ന്യായവിധിക്ക് തെറ്റി എന്ന് വെച്ചാൽ സ്തോത്രം, ആ നെബൂഖദ്നേസർ ഉപയോഗിച്ച വാള് കല്ല് ചിലരെ കൊന്നില്ല, ചിലർ കൊല്ലപ്പെട്ടപ്പോൾ ചിലർ രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ട് പ്രവാസത്തിലേക്ക് പോയ ഒരു കൂട്ടം ജനം, പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു സുഖമായ സ്ഥലമായിരുന്നില്ല. നെബൂഖദ്നേസർ രാജാവിൻ്റെ അധീനതയിൽ ഈ ഇസ്രായേലിന് ഒത്തിരി ആളുകളെ പിടിച്ച് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. പ്രവാസത്തിൽ ഇരിക്കുന്ന ജനവും യെരൂശലേമിൽ കിടക്കുന്ന ജനവും ഒന്നും, ചില ആളുകൾ സുഖത്തോടെ ജീവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും പ്രവാസം തന്നെയായിരുന്നു. ഒന്നുകൂടെ നമ്മൾ ആ സ്ഥലത്തെ ഒന്ന് വ്യാഖ്യാനിച്ചാൽ മരുഭൂമി എന്ന പദം കൊണ്ടാണ് ഇരമ്യാവോടെ വ്യാഖ്യാനിക്കുക. അപ്പം വാളിന് തെറ്റി എന്നത് സത്യമാണ്, എന്നാൽ അവർ ചെന്ന് ചേർന്നത് മരുഭൂമിയിൽ. എൻ്റെ 2-ാമത്തെ ചിന്ത മരുഭൂമിയെക്കുറിച്ചൊരു വാക്ക്. നമുക്കറിയാം, മരുഭൂമി എന്നുള്ളത് ഏറ്റവും സ്തോത്രം ബുദ്ധിമുട്ടുള്ള സ്ഥലമായിട്ട് പല വാക്യങ്ങളിലൂടെ രേഖപ്പെടുത്തണം, മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ബൈബിളിനകത്ത് മരുഭൂമിയെക്കുറിച്ച് പറയുന്നത് മുള്ളുകൾ നിറഞ്ഞ സ്ഥലമാണ്, കുഴികൾ നിറഞ്ഞ ശൂന്യതകൾ. എന്ന് വെച്ചാൽ മരുഭൂമി ഒരിക്കലും ഒരു സുഖമായ സ്ഥലമായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്, ഏകാന്തതയുടെ സ്ഥലമാണ്, സ്തോത്രം തള്ളപ്പെടലിൻ്റെ സ്ഥലമാണ്. ആളുകളെ ആ മരുഭൂമിയിൽ ചെന്നുപെട്ടവർ പലരും മടങ്ങി വന്നിട്ടില്ല, അവർ അവിടെ നശിച്ചു പോവുകയുള്ളൂ. അപ്പം ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്, അപ്പോൾ ആ പ്രവാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ മരുഭൂമി എന്ന പദം കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനൂടെ ചേർത്ത് ഈ പ്രവാചകൻ അതിനെ ചിന്തിക്കുന്നുണ്ട്. നോക്കണം, അവർ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, പക്ഷെ അവർ മരുഭൂമിയിലേക്കാണ് വരുന്നത്. സ്തോത്രം. ഈ മരുഭൂമി എന്നുള്ളത് അവരുടെ പരിശോധനയുടെ മേഖല. എന്നാൽ ഈ മരുഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അടുത്ത പദം കൂടെ നമ്മൾ ചിന്തിച്ചെങ്കിലേ നമുക്കതിനെ കുറച്ചും കൂടെ സന്തോഷം കിട്ടുകയുള്ളൂ. മരുഭൂമിയിലേക്ക് തള്ളപ്പെട്ട ഈ ജനം, ആ മരുഭൂമിക്കകത്ത് ദൈവം കൃപയും കൂടെ വെച്ചിട്ടാണ് മരുഭൂമിയിലേക്ക് വിട്ടത്. അപ്പോൾ കൃപ ഉണ്ടായിരുന്നു. ഈ മരുഭൂമിയിലെ എന്താണ് കൃപ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കണം, ഗ്രേസ്, കൃപ. അത് ഇസ്രായേൽ മക്കളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ ചെങ്കടലിൽ നിന്ന് അക്കരെ കയറി മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരുഭൂമിക്കകത്ത്
മുമ്പേ പറഞ്ഞതുപോലെ ഘോരമായ സ്തോത്രം മൃഗങ്ങൾ, അതുപോലെ ഇഴജാതികൾ, സൂര്യൻ്റെ ചൂട്, അതികഠിനമായ തണുപ്പ്, ഇതെല്ലാം മരുഭൂമിക്കകത്തുണ്ട് സത്യ. പക്ഷേ ആ മരുഭൂമിക്കകത്ത് ഈ ജനം ചെന്നപ്പോൾ അവർക്ക് സ്തോത്രം മേഘസ്തംഭവും അഗ്നിസ്തംഭവും, അതാണ് കൃപ, മേഘസ്തംഭവും അഗ്നിസ്തംഭവും കൊടുത്തു. അവിടെ വെള്ളമില്ലായിരുന്നു, പക്ഷേ അനുഗമിക്കുന്ന ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയ്ക്കകത്ത് നിറച്ചു വെള്ളം. സ്തോത്രം. അവിടെ ആഹാരമില്ലായിരുന്നു, പക്ഷേ മന്ന പൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. നോക്ക്, കൃപ ഉണ്ടായിരുന്നവിടെ. സ്ഥലം മരുഭൂമിയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പം മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിട്ട ജനത്തിന് കൃപയും കൂടെ കൊടുത്താണ് ഇറക്കി വിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു മേഖലയെക്കുറിച്ച് ഈ പകൽക്കാലം വളരെ ധ്യാനത്തിൽ ഈ പകൽക്കാലം എനിക്ക് പരിശുദ്ധാത്മാവെന്ന ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ കൃപ ചിലർ കണ്ടെത്തി. അവിടെ എഴുതിയിരിക്കുന്നത് ഈ കൃപ ചിലർ കണ്ടെത്തി, എല്ലാവർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ശേഷിത ഗണം എല്ലാം ഇപ്പോഴും ഉണ്ട് ദൈവമക്കളെ. അത് സഭയിലുമുണ്ട്, ലോകത്തിലുമുണ്ട്, കുടുംബത്തിലുമുണ്ട്, എല്ലായിടത്തും ഒരു ശേഷിത ഗണമുണ്ട്. എല്ലാവർക്കും അത് ഗുണമാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഉപമ പറയുമ്പോൾ സ്തോത്രം ഇങ്ങനെയാണ് പറയുന്നത്, താൻ വിതച്ച വചനം, യേശുവാണ് വിതയ്ക്കുന്നത് വചനം, വിതകാരൻ വിതയ്ക്കുന്നു, യേശു വചനം വിതച്ചു. എന്നിട്ട് ആ യേശു വിതച്ച വചനത്തിൻ്റെ 4 മേഖലയെക്കുറിച്ച് പറയുന്നു. എല്ലായിടത്തും ഈ വചനം ഗുണം ചെയ്തില്ല. പക്ഷേ ചിലത് നല്ല ജലത്തിൽ 4 വീഴുന്നുണ്ട്. ഇത് ഒരിടത്ത് മാത്രം നല്ല നിലമുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു ശേഷിത ഗണമുണ്ട്. അതൊരു പ്രസംഗം കേട്ടാലും, ഒരു പാട്ട് കേട്ടാലും, ഹല്ലേലൂയ സ്തോത്രം, ഒരു കുടുംബത്തിൽ താമസിച്ചാലും എല്ലാം കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് ഗുണം ചെയ്യുന്നുള്ളൂ. പെന്തക്കോസ്തിൽ വന്നു എന്ന സത്യ, ആരാധനയ്ക്ക് പോകുന്നുള്ള സത്യമാണ്, സ്നാനപ്പെട്ടു എന്നുള്ള സത്യമാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന സത്യം. പക്ഷേ ഇത് അനുഭവിക്കുന്നതും സന്തോഷം അനുഭവിക്കുന്നതും കുറേ ആളുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് ആളുകൾ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ 2 പേര് വയലിലിരിക്കും, ഒരുവൻ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലിതെന്നുള്ള തിരിച്ചറിവ് ഈ പകൽക്കാലം ഉണ്ടാകണം. വാളിന് തെറ്റി സത്യ, മരുഭൂമിയിലെത്തി സത്യ. പക്ഷേ ഹല്ലേലൂയ, ആ മരുഭൂമിക്കകത്ത് വച്ച കൃപ കണ്ടെത്തിയവർ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. വാളിന് തെറ്റിയവർ ശേഷിപ്പ, ആ ശേഷിപ്പ് മരുഭൂമിയിലെത്തി. മരുഭൂമിയിലെത്തിയവരിൽ തന്നെ ശേഷിപ്പാണ് വിശ്രാമത്തിലേക്ക് പോയത്. ആ ശേഷിപ്പിൻ്റെ ആ ശേഷിപ്പ്, വിശ്രാമത്തിലേക്ക് പോയ ശേഷിപ്പ് ആരെന്ന് ചോദിച്ചാൽ ആ മരുഭൂമിക്കകത്ത് കൃപ കണ്ടെത്തിയവർ മാത്രമാണ്. ഒന്നുകൂടെ ഇതിനകത്ത് വ്യാഖ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചാൽ സ്തോത്രം, അത് ഇസ്രായേൽ മക്കളോട് ബന്ധപ്പെട്ട് അവരുടെ മരുഭൂമി പ്രയാണത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ മരുഭൂമിയിൽ വീണുപോയി. സ്തോത്രം. അവർ മരുഭൂമിക്കകത്ത് മന്ന തിന്നു, സത്യ. ആത്മീയ പാനീയം കുടിച്ചു, സത്യ. അവർ മരുഭൂമിയിൽ പട്ടുപോയെന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 3:16-17. 1 കൊരിന്ത്യർ 10:5 എഴുതിയിരിക്കുന്നത് മരുഭൂമിയിൽ തള്ളിയിട്ടെന്ന. ചിലരെ തള്ളിയിട്ട് കളഞ്ഞു. സ്തോത്രം. മരുഭൂമിയിൽ ചിലർ താളടിയായി പോകും. യിരെമ്യാവ് 13:24. എബ്രായർ 3:8 കാണുന്നത് സ്തോത്രം, മരുഭൂമിയിൽ ചിലർ ഹൃദയം കഠിനപ്പെട്ടു പോയി. അപ്പോൾ ഇതൊക്കെ മരുഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രശ്നങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ, പ്രതിസന്ധിയിൽ ചെല്ലുമ്പോൾ ചിലർ വീണു പോകുന്നു, ചിലർ തള്ളിയിടപ്പെടുന്നു. ഈ പ്രശ്നം ചിലരെ അങ്ങ് തള്ളിയിടുക. ഈ പിശാചിൻ്റെ പദ്ധതികൾ ചിലരെ അതിനകത്തിട്ട് കൊന്നുകളയുക. ചിലരുടെ ഹൃദയം കഠിനപ്പെട്ടു പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആളുകൾ പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുന്നില്ല, എല്ലാം വിട്ടു, ഈ പ്രശ്നത്തിനകത്ത് ഞാൻ എല്ലാം വിട്ടു, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഉപവസിക്കുന്നില്ല, ആരാധനയ്ക്ക് പോകുന്നില്ല, ദൈവത്തെ സ്തുതിക്കുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടില്ല, എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുടെ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, മരുഭൂമിക്കകത്ത് കൃപ കണ്ടെത്തുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വിശ്രാമം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
മരുഭൂമിയിൽ പോകുമ്പോൾ അവിടെ ഒരു കൃപയുണ്ട്. ആ കൃപ കണ്ടെത്തുവാൻ നാം ശ്രമിക്കണം. കൃപ കണ്ടെത്തുക. പ്രൈസ് ലോർഡ്. കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കൃപ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കൃപ സംരക്ഷിക്കുന്നു. നോക്കണം, വാളിന് തെറ്റുന്നു എന്ന് പറയുമ്പം ആ കൃപയ്ക്കകത്തൊരു സംരക്ഷണമുണ്ട്. മരുഭൂമിക്കകത്തുനിന്നൊരു പുറത്തു വരൽ എന്ന് പറഞ്ഞ ഒരു സംരക്ഷണമുണ്ട്. കൃപ കണ്ടെത്തിയാൽ കൃപ നിന്നെ സംരക്ഷിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 3, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കൃപ വിശ്രാമത്തിലേക്ക് നിന്നെ നടത്തും. സ്തോത്രം. ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ കൃപയുണ്ട്. 2, ഹല്ലേലൂയ, മരുഭൂമി എന്നുള്ളത് ദൈവിക സന്ദർശനങ്ങളാണ്. ആ സന്ദർശനത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപയുണ്ട്. 3, ആ കൃപ, സ്തോത്രം, നിന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ. കൃപ നീ കണ്ടെത്തണം എന്നുള്ളതാണ്. കണ്ടെത്തണം. കൃപ കണ്ടെത്തുന്നവന് കൃപ വിശ്രാമത്തിലേക്ക് നടത്തും. അതൊരു ശേഷിപ്പിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമുക്കൊരു തിരിച്ചറിവിനായി പറയട്ടെ. ആ ശേഷിപ്പിലാണോ നാം? ഹല്ലേലൂയ. ആ ശേഷിത ഗണത്തിൽ നാം ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം ഈ പ്രഭാതത്തിൽ. ഞാനതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ന്യായവിധി എന്ന വാളിന് തെറ്റി മരുഭൂമിയിലേക്ക് എത്തപ്പെട്ട ജനം, അവിടെ ദൈവിക സന്ദർശനങ്ങൾ അനുഭവിക്കുന്ന ജനം, ആ സന്ദർശനങ്ങൾക്കകത്ത് കൃപ കൊടുത്തപ്പോൾ കൃപ കണ്ടെത്തിയ ചിലരുണ്ട്. എന്നാൽ ആ സന്ദർശനങ്ങളിൽ ദൈവത്തെ വിട്ടുപോയ ചിലരുണ്ട്. മരുഭൂമി ചിലർക്ക് താളടിയും തകർച്ചയും നാശവുമായി തീർന്നപ്പോൾ ഞങ്ങൾ വായിച്ച വേദഭാഗത്തിനകത്ത് ചിലർ, ഒരു ശേഷിപ്പ്, അതിനകത്ത് കൃപ കണ്ടെത്തിയല്ലോ. ആ കണ്ടെത്തപ്പെടുന്ന ചിലരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്ദർശനങ്ങൾ, അങ്ങ് കർത്താവേ സ്തോത്രം, ഞങ്ങളെ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന മേഖലകൾ, കർത്താവേ, ആ കൃപ കണ്ടെത്തി അതിലാശ്രയിച്ച് അതിലെ സംരക്ഷണം കർത്താവെ അനുഭവിച്ച്, കർത്താവെ, അതിൽ നിന്ന് പുറത്തു വന്ന് വിശ്രാമത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവ് ശക്തനായ ദൈവമാണല്ലോ. അതേ കർത്താവെ, നിത്യവിശ്രാമമായ നിത്യതയിൽ അങ്ങയോട് ചേർന്ന് വാഴുന്ന ഒരു ദിവസമുണ്ട്. അതിനെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവെ, മരുഭൂവാസത്തിൽ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. കൃപ ധാരാളമായി പകരപ്പെടണം. അതേപ്പ, കൃപ കണ്ടെത്തുന്നവരായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കണം. അത് പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. കർത്താവ് അങ്ങനെ ജനത്തെ അനുഗ്രഹിച്ച് ആ കർത്താവെ ആഴത്തിൽ ചിന്തിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വീകരിക്കണേ സ്വർഗീയ എന്നുള്ള പിതാവേ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.